ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ്. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഈ പിന്നെ കിടക്കുന്ന ഹോണ്ട സിവിക് ആണ്. ഒരുപാടധികം മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വണ്ടി. 2006 മോഡൽ ഹോണ്ട സിവിക് ആണ് കേട്ടോ. ഒരുപാടധികം കസ്റ്റമൈസേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ളി കസ്റ്റം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. A to Z, അതായത് ഫ്രണ്ട് ബമ്പർ മുതൽ ബാക്ക് ബമ്പർ ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആൻഡ് ഇത് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഡീറ്റെയിൽസ് കേട്ടോളൂ. നമുക്ക് ഫ്രണ്ടിലെ ബോണറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബോണറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ബമ്പർ കസ്റ്റം ചെയ്തിട്ടുണ്ട്. ബമ്പറിൽ തന്നെ ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴെ വരുന്ന ഒരു ലിപ്പ് പോർഷനും ഫുള്ള് കസ്റ്റം ചെയ്തിട്ട് ഫൈബറിൽ കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലെ ഫെൻഡർ കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഫെൻഡറിലുള്ള കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻ, പുതുതായിട്ട് ഒരു ക്യാരക്ടർ ലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വൈറ്റ് ബോഡി ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു അലോയിലാണ്. അലോയി എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ അലോയിലാണ്. ഈ പർപ്പിൾ കളർ നമുക്ക് BMW M സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പർപ്പിൾ കളർ ആ കളറിൽ നല്ലൊരു ഗോൾഡൻ കളറും ആൻഡ് ക്രോമിൽ വരുന്നൊരു വീലും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. അതിൽ തന്നെ നമുക്ക് വൈറ്റ് ബോഡി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടിക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സൈഡിലെ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതാണ് ഇതിന്റെ ഫ്ലൈ ഡോർസ്. വണ്ടി ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ ഫ്ലൈ ഡോർസ് ഒക്കെ തുറന്ന് ഇറങ്ങി വന്നാലുണ്ടല്ലോ മോനെ, വേറെ ലെവലാണ് കേട്ടോ. അത്രക്കും അട്രാക്റ്റീവാണ്. റോഡ് പ്രസൻസ് എന്ന് പറയാനൊന്നും ഒരു രക്ഷയില്ല. പിന്നെ ഡോറിന്റെ എല്ലാ ഫ്രെയിമിലും നമുക്ക് കാർബൺ ഫൈബറിന്റെ ടൈപ്പിൽ ഒരു റാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലൈ ഡോർസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി വേറെ ലെവലാണ്. ഇന്റീരിയർ സൈഡ് നോക്കുമ്പോൾ ഇന്റീരിയർ സൈഡിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ, സീറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ്. ഗിയർ നോബ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈഡ് പ്രൊഫൈൽ വരുന്ന ഇതാണ്. അപ്പുറത്തെ സൈഡിൽ ചെറിയ ഗ്രാഫിക്സ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഡിസൈൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ ചെറിയ കാർബൺ ഫൈബറിന്റെ ഒരു ടൈപ്പിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ റാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈൽ വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് പ്രൊഫൈലിൽ ഒരു മ്യൂഗന്റെ സ്പോയിലർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടൈലറിലൊന്നും യാതൊരു ചേഞ്ചസോ കാര്യമൊന്നുമില്ല. ഇവിടെയും നമുക്ക് കുറച്ച് ചെറുതായിട്ട് വൈറ്റ് ബോഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ടൈലിന്റെ ബാക്കിലെ സെക്ഷൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാ വണ്ടിയിലും കാണാത്തൊരു സാധനം കാണാം. 2 എക്സോസ്റ്റ്. അതായത് നോർമൽ സിവിക്കിൽ നമുക്ക് വരുന്നത് സിംഗിൾ എക്സോസ്റ്റ് ആണ്. അതിൽ തന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് 2 എണ്ണം ആക്കിയിട്ടുണ്ട്. 2 എണ്ണം പോരാ, ഇതിൽ തീ വരും. ശരിക്ക് തീ വരും എന്ന് പറഞ്ഞാൽ 2ലും ഫ്ലെയിം കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കസ്റ്റം ചെയ്തിട്ട് ഫ്ലെയിം കിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സ്ട്രൈറ്റ് പൈപ്പ് ആണ്. എഞ്ചിന് സ്ട്രൈറ്റ് ആയിട്ട് എക്സോസ്റ്റ് കാര്യങ്ങൾ കൊടുത്താണ്. അതുകൊണ്ട് ഭയങ്കര സൗണ്ട് തന്നെ. ഇവിടെ നിന്ന് നമുക്ക് ഷോപ്പിലിട്ട് അല്ലാണ്ട് ത്രോട്ടിൽ കൊടുക്കാൻ വയ്യ, കാരണം അത്രയും സൗണ്ടാണ്. നമുക്ക് ഫ്ലൈം കിറ്റിൽ തന്നെ കസ്റ്റം ചെയ്തിട്ട് നമുക്ക് സിംഗിൾ എക്സോസിന് തീ വന്നതിൽ അങ്ങനെ ചെയ്യാം. 2ലും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതും റൈറ്റും ലെഫ്റ്റും എങ്ങനെ നമുക്ക് വേണ്ടത് വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. പിന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡ്രാഗന്റെ കുഞ്ഞാണ് കേട്ടോ. തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞില്ല, ആ വണ്ടിയാണ് ഈ സാധനം. വേറെ ലെവലാണ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് കുറെ കുട്ടികളൊക്കെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് ഈ വണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു അടിപൊളി വണ്ടി. ഇതിൽ നിന്നും ചെറുതായിട്ട് നമുക്ക് എക്സോസിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഫ്ലൈം കിറ്റിന്റെ കേസോ കാര്യങ്ങളൊന്നും നമുക്ക് ഫ്ലൈം വരുന്നത് കാണിക്കാൻ കഴിയില്ല, കാരണം വീഡിയോ എടുത്തു തരാൻ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ വീഡിയോയില് ഫ്ലൈം വരുന്നത് നമുക്ക് വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഷോർട്സ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. ആൻഡ് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്യാം കേട്ടോ. ചെറിയ ത്രോട്ടിലേ കൊടുത്തിട്ടുള്ളൂ. ആകെ 2000 RPM അടുത്ത് മാത്രമേ വണ്ടി കയറിയിട്ടുള്ളൂ. പക്ഷെ വേറെ ലെവല് സൗണ്ടാണ്. അതുകൊണ്ട് വല്ലാണ്ട് ഇവിടെ കിടന്നിട്ട് നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ വയ്യ. ഷോപ്പിലായതുകൊണ്ട് വല്ലാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വീട്ടുകാരും ഷോപ്പുകാരൊക്കെ ഉണ്ട്. അപ്പം വല്ലാണ്ട് സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് അവരെ ശല്യപ്പെടുത്താനാവില്ല. അപ്പം ഓവറോൾ വ്യൂ കാര്യങ്ങളൊക്കെ ഇതാണ്. വണ്ടി വേറെ ലെവലാണ്. അപ്പോൾ ഇതിന്റെ സെയിലുള്ള ഡീറ്റെയിൽസ് പറഞ്ഞാൽ 2006 മോഡൽ വണ്ടിയാണ്. കേരള രജിസ്ട്രേഷൻ തന്നെയുള്ള വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി തന്നെയാണ്. 2027 വരെ നിലവിൽ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഫിറ്റാണ്. മാനുവൽ വണ്ടിയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,50,000 രൂപ കേട്ടോ. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് ഏകദേശം 4,00,000 രൂപേൻ്റെ ഫിറ്റിംഗ്സ് തന്നെ ഈ വണ്ടിയിൽ ഉണ്ടാവും. അത്രയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. വണ്ടി ഇതാണ്. അപ്പം ബാക്കി കുറച്ച് ഷോർട്സ് കണ്ടോളൂ. അപ്പൊ നമ്മുടെ സിവിക് കണ്ടല്ലോ, വേറെ ലെവൽ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്തോളൂ. അപ്പം ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.